ഓം സായിറാം. 1918 ഒക്ടോബർ 15 ചൊവ്വാഴ്ച 2:15 to 2:30 സായിബാബയുടെ ആത്മാവ് പിരിഞ്ഞത്. അതായത് സായിബാബ സമാധി ആയത്. ഓം സായിറാം. വിജയദശമി അന്നായിരുന്നു സായിബാബ സമാധിയായത്. 107 വർഷത്തോളം ആയി ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. സായിബാബയുടെ 4ാമത്തെ വർഷമാണ്. ഓം സായിറാം. ഞങ്ങൾ ഈ വർഷമൊന്നും അത്ര വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഒക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചെറിയ ചെറിയ പൂജകളും അഭിഷേകങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആലുവയിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരിമാരാണ്. സായിബാബയെ എൻ്റെ വീഡിയോയിൽ കൂടെ കണ്ട് അവർ തൊഴുത് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറഞ്ഞ് അവർ ആലുവയിൽ നിന്ന് തേടി വന്നിരിക്കുകയാണ്. ഓം സായിറാം. സുശീലയാണ് അവരുടെ പേര്. അവരെ വീഡിയോയിൽ കൂടെയായിരുന്നു സായിബാബയെ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പാലഭിഷേകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വരുന്നവരൊക്കെയാണ് പൂജകളും ആരതിയും എല്ലാവരെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നവരൊക്കെ പാലൊഴിച്ച് സായിബാബയെ സേവിക്കുകയായിരുന്നു. ഓം സായിറാം. ഞങ്ങൾക്ക് അറിയാവുന്ന പോലെയാണ് ചെയ്യുന്നത്. ഓം സായിറാം. ജയ് സായിറാം. അങ്ങനെ ഭഗവാന് പാലൊഴിക്കുകയാണ്. ഓം സായിറാം. ഓം ഭഗവതേ സായിനാഥായ അമൃതവാക്യവർഷായ സകല ലോകപൂജിതായ സർവദോഷ നിവാരണായ സിദ്ധിവാസായ സായിനാഥായ തേ നമഃ. ഓം സായിറാം. നോക്കൂ, പാലഭിഷേകമാണ്. കുറച്ച് ഭക്തർ മാത്രമാണ് ഈ വർഷം വന്നിട്ടുള്ളത്. കുറച്ച് പേർക്ക് മാത്രമാണ് ഭഗവാന്റെ സമാധി ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. കുറച്ച് പേര് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓം സായിറാം. കണ്ടോ, വരുന്നവരൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പാലഭിഷേകമൊക്കെ കഴിഞ്ഞ് പിന്നെ ഭഗവാനെയൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് ആരതികളും പൂജകളൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നദാനത്തോടു കൂടിയായിരുന്നു ഈ വർഷത്തെ സമാധി ദിനം. എങ്ങനെയൊക്കെയോ 4 വർഷം ഞങ്ങൾക്ക് ഭഗവാന് ചെയ്യാൻ പറ്റി. ഒരുപാട് വലുതായിട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ പറ്റാവുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഭഗവാന് അങ്ങനെ ആഡംബരത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്തു കൊള്ളാം. ഭഗവാൻ സന്തോഷമാണ്. നമ്മൾ നല്ല തൃപ്തിയോടെയും നല്ല മനസ്സോടെയും സന്തോഷത്തോടെയും മാത്രം ചെയ്താൽ മതി. ഭഗവാൻ സേവിച്ചോളും. ഓം സായിറാം. ചന്ദനം കുങ്കുമം വെച്ച ശേഷം കർപ്പൂര ആരാധന കാട്ടുകയാണ്. സായിബാബയ്ക്ക് പാലഭിഷേകം കഴിഞ്ഞു. അങ്ങനെ കുടമായിട്ടൊന്നും അഭിഷേകം പാല് ഒഴിക്കില്ല. ഓരോ ഗ്ലാസ് വീതം വരുന്നവരൊക്കെ ഒഴിക്കുകയാണ്. ഒരുപാട് പാലൊന്നും അങ്ങനെ നിറയെ ഒന്നും ഒഴിക്കാറില്ല. വരുന്നവർക്കൊക്കെ കുറച്ച് കുറച്ച് പാല് കൊടുക്കും, അവരൊഴിക്കും. ഓം സായിറാം. പിന്നെ ദീപം കാട്ടുകയാണ് സായിബാബയ്ക്ക്. ഓം സായിറാം. വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. ഓം സായിറാം. ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓം സായിറാം. ഇനി സായിബാബയ്ക്ക് ദീപങ്ങളൊക്കെ കാണിച്ച ശേഷം നമുക്ക് ഡ്രസ്സ് ചെയ്യാം. എല്ലാവരും തന്നെ ദീപാരാധന ചെയ്യാണ്.
എല്ലാവർക്കും അത് അങ്ങനെ സായിബാബയെ സേവിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അവർക്കും ഭഗവാനെ തൊട്ട് സേവിക്കാനും പൂജ കഴിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വരുന്നവർക്കൊക്കെ വളരെ സന്തോഷമാണ്. എപ്പോഴും അങ്ങനെയാണ്. എല്ലാ വ്യാഴാഴ്ചകളും വരുമ്പോൾ അവര് തന്നെയാണ് പൂക്കളൊക്കെ വയ്ക്കുന്നതും ദീപം കാണിക്കുന്നതും ഒക്കെ അവര് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സന്തോഷവും തൃപ്തിയോടെ കൂടി ഭഗവാനെ സേവിച്ചിട്ടായിരിക്കും അവര് വീട്ടിലേക്ക് പോകുന്നത്. ഓം സായിറാം. 4 വർഷം ആയി കഴിഞ്ഞു. 4 വർഷവും ഞങ്ങൾ തുടർന്ന് ചെയ്യായിരുന്നു. ഇതിപ്പോ ചെറുതായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങള് 3 വർഷവും ഒക്കെ നന്നായി ചെയ്യായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓം സായിറാം. ഇതാണ് ആലുവയിൽ നിന്ന് വന്നിട്ടുള്ള സുശീല എന്ന് പറയുന്ന ആ സഹോദരി. അവര് ബുധനാഴ്ച വരികയും രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം 5:30 എത്തുകയായിരുന്നു. പിന്നെ അവര് വീട്ടിൽ താമസിച്ച് വ്യാഴാഴ്ച രാവിലെ തൊട്ട് ഭഗവാന്റെ നാമങ്ങളും ജപങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ സേവിച്ച് അവര് സന്തോഷത്തോടെ തിരിച്ചു പോവുകയായിരുന്നു. ഇതാണ് മിനി എന്ന് പറയുന്ന ആ സഹോദരി. അവർക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു. ഭഗവാനെ എന്റെ വീഡിയോയിൽ കൂടെ കണ്ടു തൊഴുതിട്ടാണ് അത്ര കാര്യങ്ങളൊക്കെ സാധിച്ചത് എന്ന് പറയുകയായിരുന്നു. കുറെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് കുറച്ച് വീട്ടിൽ സമാധാനം ഉണ്ട് എന്നൊക്കെ അവര് പറയുകയായിരുന്നു. അങ്ങനെ അഡ്രസ് ഒന്നും അറിയാതെ എങ്ങനെ വന്ന് എത്തി എന്നുള്ളത് അറിയില്ല. അത്ര ദൂരത്തുനിന്ന് ഞാനും എന്റെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും ഇല്ലായിരുന്നു. സ്ഥലം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവര് കണ്ടുപിടിച്ച് എത്തുകയായിരുന്നു. ഭഗവാൻ അവരെ വീട്ടിലേക്ക് വരുത്തി അവർക്ക് സേവിക്കാനുള്ള ആ ഭാഗ്യം ലഭിച്ചു. അവർക്ക് വളരെ സന്തോഷമായി. അവരെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുകയായിരുന്നു. രാത്രി 10:30 അവര് ഇവിടുന്ന് 1 മണിക്കാണ് ആരതിയൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പുറപ്പെട്ടത്. അവര് രാത്രി 10:30 ആലുവയിൽ എത്തി എന്ന് പറയുകയായിരുന്നു സഹോദരിമാര്. ഇത് ഭഗവാന്റെ മേലെയുള്ള ചന്ദ്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ വെക്കാം, ഭക്തന്മാർക്ക് കൊടുക്കാമല്ലോ. പിന്നെ അങ്ങനെ വെള്ളം ഒഴിച്ച ശേഷം ഒരുപാട് ഇല്ലെങ്കിലൊക്കെ ഒരുപാട് അഭിഷേകമൊക്കെ ചെയ്യുമായിരിക്കും. നമ്മ ഇളനീര്, തേന്, പന്നീര്, ശർക്കര, തൈര് എല്ലാം ഒരുപാട് ചെയ്യായിരിക്കും. ഈ വർഷം അങ്ങനെയൊന്നും ഒരുപാട് ചെയ്തില്ല. പാലഭിഷേകം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് നമ്മൾക്ക് അതന്നെ, നമ്മൾക്ക് സായിബാബയ്ക്ക് നിർബന്ധം എന്നുള്ളതൊന്നുമില്ല. നമ്മൾക്ക് പറ്റുന്ന പോലെ അറിയുന്ന പോലെ ഒക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സായിബാബയെ എല്ലാം കുളിപ്പിച്ച ശേഷം പിന്നെ ഡ്രസ്സ് ചെയ്തിച്ച് കാണിക്കാം നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ. ഡ്രസ് ചെയ്ത് ഭഗവാന് ആരതികളൊക്കെ തുടങ്ങി. ഓം സായിറാം. ആരതി കഴിഞ്ഞ് കർപ്പൂര ആരാധനയൊക്കെ ചെയ്ത ശേഷം ഭക്ഷണം കൊടുക്കുന്നതാണ്. അതോടുകൂടിയായിരുന്നു ഈ വർഷത്തെ സമാധി ദിനം. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയമ്മ മരണപ്പെട്ടിട്ട് 4 മാസം തന്നെ ആയിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും വലുതായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ചെയ്തില്ല. ഓം സായിറാം. ഇല്ലെങ്കിലൊക്കെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് വലുതായിട്ടൊക്കെ ചെയ്യുമായിരിക്കും. വർഷം അങ്ങനെയൊന്നും ചെയ്തില്ല. സാധാരണ വരുന്ന ഭക്തന്മാരുകള് കുറച്ചുണ്ടായിരുന്നു. അവരെ മാത്രം അറിയിച്ചിട്ട് ചെയ്യായിരുന്നു.
ഓം സായിറാം. അത്ര തന്നെ. അങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റി, സന്തോഷത്തോടുകൂടി ഭഗവാനെ സേവിക്കാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ്. ഓം സായിറാം. അവരാണ് മിനി എന്ന് പറയുന്ന സഹോദരി. അതിശയം തന്നെയാണ്. അവര് എൻ്റെ മുഖം, എന്നെ അവർക്കറിയാം, അവരുടെ മുഖം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, വായിസ് അറിഞ്ഞൂടാ. എൻ്റെ വീഡിയോയിൽ കൂടെ കണ്ട് എന്നെ അവർക്കറിയാം. എങ്ങനെയൊക്കെയോ തേടി പിടിച്ചു ഭഗവാന്റെ അടുത്ത് എത്തിയതാണ് ഞങ്ങൾക്ക് അതിശയം എന്ന് പറയുന്നത്. ഓം സായിറാം. പിന്നെ അവര് നാമങ്ങളൊക്കെ ജപിക്കുകയായിരുന്നു. എല്ലാരും ചേർന്നിട്ട് നാമമൊക്കെ ജപിക്കുകയായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക